ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഹവേഴ്സ്. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. മാംഗ്ലൂരേക്കാണ് പോകുന്നത്, ഇന്ത്യൻ ഹോസ്പിറ്റലിലോട്ട്. ഇമോന് നല്ല ജലദോഷവും ചുമയായതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതിൽ തന്നെ നമുക്കെല്ലാം ചെയ്തു വരാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഇറങ്ങി. ഒരു 12 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് വിട്ടത്. പകുതി എത്തുമ്പോൾ ഇമ്മു ഇറങ്ങി. ഹോസ്പിറ്റലിൽ എത്തിയാടും അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഇമ്മു അവിടെ കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അന്നേരം തന്നെയാണ് ഡോക്ടറിനെ കാണിക്കാനുള്ള ടൈമും ആയത്. അതുകൊണ്ട് ഇമ്മുവിന് കളിച്ച് മതിയാകത്തോണ്ട് നല്ല കരച്ചിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഡോക്ടറെയും കാണിച്ച് നമ്മൾ നേരെ CCയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കാരണം ഡോക്ടറിനെ കാണിച്ചിട്ടാകുമ്പോഴത്തേക്ക് തന്നെ 3 മണിയായി. നമ്മൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. അപ്പോൾ CCയിൽ എത്തിയാട് നമ്മൾ ഫസ്റ്റ് പോയത് തന്നെ ഫുഡ് കോർട്ടിലോട്ടാണ്. അടുത്ത മസാല ദോശ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3-3:30 ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു ടൈപ്പ് എന്തെങ്കിലും കഴിക്കാം. പക്ഷേ വെറൈറ്റീസ് ഓഫ് ദോശ ഉണ്ടായതുകൊണ്ട് ഏത് ദോശ വാങ്ങണമെന്നായിരുന്നു പിന്നീട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായൊരു കൺഫ്യൂഷൻ. അങ്ങനെ നമ്മൾ 4 4 ടൈപ്പ് ദോശയാണ് വാങ്ങിയത് കേട്ടോ. അപ്പം നമുക്ക് ഓരോരാൾക്ക് എല്ലാത്തിൻ്റെ ഓരോ ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം അത് റെഡിയാവുന്ന വരെ വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ പാനിപ്പൂരി വാങ്ങി കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബെല്ലടിഞ്ഞത്. അത് അടിഞ്ഞാടും ഇമ്മു അതെടുത്ത് കയ്യിൽ പിടിച്ചു. അങ്ങനെ ആപിച്ചതിന് ശേഷം കൂടി അത് ടേബിളിലോട്ട് കൊണ്ടുവന്നു. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നോർമൽ മസാല ദോശയാണ്. അപ്പോൾ അതിൽ സീറയും 2 ചട്നിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആബി ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ദോശയും നൗഷ ഓർഡർ ചെയ്തത് കീമ ദോശയാണ്. അപ്പോൾ എനിക്കുണ്ടല്ല, ഞാൻ ഓർഡർ ചെയ്ത ദോശനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഇവരെ ദോശയാണ്. അങ്ങനെ നമ്മൾ നീവ ഓർഡർ ചെയ്തത് ഡോണറ്റ്സാണ്. അവളാ കഴിക്കുന്ന സ്റ്റൈൽ കണ്ടിട്ട് നമുക്ക് ചിരി വന്നിട്ടു. പിന്നെ ഒരു ഡേറ്റ്സും പിന്നെ ഒരു മാംഗോ ഷേക്കും കൂടി നമ്മൾ വാങ്ങി. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്നല്ലോ പറഞ്ഞിട്ട് ആപിച്ചൊരു ഗാർലിക് ചിക്കനും കൂടി ഓർഡർ ചെയ്തിരുന്നു. എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വിട്ടത് ഗെയിം സെൻറ്ററിലോട്ടാണ്. ഇമ്മുനെയും നീവാനെയൊക്കെ കുറച്ച് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഗെയിംസൊക്കെ കളിച്ചു. പിന്നീട് നമ്മൾ നേരെ പോയത് വെസ്റ്റ് സൈഡിലോട്ടാണ്. ഒരു അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ഒരു 2-3 ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് മേക്കപ്പ് സാധനം കൂടി നമ്മൾ വാങ്ങി. അങ്ങനെ നമ്മൾ ആ ഡേ മൊത്തം മാംഗ്ലൂരിൽ തന്നെ സ്പെൻഡ് ചെയ്തു. നീവയും ഇമ്മും ഭയങ്കര പ്രശ്നമായിരുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും പിന്നെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. നമ്മൾ കാണുന്ന പോലെയല്ല. നീവാക്കാണെങ്കിൽ ആ കാണുന്ന എല്ലാ സാധനവും വേണം. എവിടെ പോയാലും ഒക്കെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ വാശി പിടിച്ച് ഒറ്റ പിന്നെ കരച്ചിലായും പിടിച്ചിലായും ഒന്നും പറയാനില്ല. അതിൻ്റെ എല്ലാം കുറച്ച് വീഡിയോസ് ഞാൻ ഇതിലെന്തായാലും ആഡ് ചെയ്യാം. അന്നേരം ഉമ്മ പറയുന്നുണ്ടായിരുന്നു, അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളും ഇതുപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ ചെയ്തതെന്ന്. അങ്ങനെ ഒരു 9 മണിയായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം, ദിവസം എന്ന് പറയില്ല, കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ ഫാമിലിയായിട്ട് പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.